മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയിട്ട് അധിക ദിവസമായിട്ടില്ല. അതിനു മുന്നേ തന്നെ ആ കൂടിക്കാഴ്ചയിലൂടെ ഇന്ത്യ നേടിയെടുത്ത നേട്ടങ്ങളുടെ ഒട്ടനവധി വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ശരിക്കും ഇന്ത്യക്ക് നേട്ടങ്ങളുടെ പെരുമഴ ആണെന്ന് തന്നെ പറയണം. ഇന്നത്തെ വാർത്തയും ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. യുദ്ധവിമാന എഞ്ചിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് റഷ്യ ഇന്ത്യയെ വലിയ രീതിയിൽ താങ്ങി നിർത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഏത് യുദ്ധവിമാന എഞ്ചിനാണ് റഷ്യ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. റഷ്യയുടെ മിന്നൽ പിണർ Su-57E എന്ന യുദ്ധവിമാനം. അതെ, Su-57E എന്ന ഫൈറ്റർ ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യയുമായാണ് റഷ്യ ഇന്ത്യയെ സഹായിക്കാനായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി ഏത് എഞ്ചിനാണ് Su-57E എന്ന റഷ്യൻ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കാം. ഇസ്ഡെലിയെ 177S എന്ന കൂറ്റൻ എഞ്ചിനാണ് Su-57E എന്ന റഷ്യൻ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി എവിടെയാണ് ഇന്ത്യയിൽ റഷ്യയുടെ ഈ അതിനൂതന എഞ്ചിൻ നിർമ്മിക്കുക? പറഞ്ഞുതരാം. ഒഡീഷയിലെ കൊരാപുട്ടിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഫെസിലിറ്റിയിലാണ് ഇസ്ഡെലിയെ 177S എഞ്ചിനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ പരമാവധി സാങ്കേതിക കൈമാറ്റവും ഈ കരാറിൽ ഉണ്ടാകുമെന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നേട്ടമേ അല്ല. കാരണം 5ാം തലമുറ ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കും നിർമ്മിക്കാനുള്ള ശേഷിയില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവ നിർമ്മിക്കാൻ തദ്ദേശീയമായി ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളായ റഷ്യ, US, ചൈന എന്നിവയ്ക്കൊപ്പം ഇന്ത്യയെയും ഈ നീക്കം സ്ഥാനപ്പെടുത്തുന്നു എന്നതാണ്. ഇനി ഇസ്ഡെലിയെ 117S എന്ന അതിനൂതന എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ ത്രസ്റ്റ് വെക്ടറിംഗ് കൺട്രോൾ അഥവാ TVC സജ്ജീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ വളരെ നൂതനമായ 2 ഷാഫ്റ്റ് ലോ ബൈപാസ് ടർബോ ഫാൻ എഞ്ചിനാണ്. ഈ സാങ്കേതിക വിദ്യ Su-57 അസാധാരണമായ വേഗതയും ഉയർന്ന ആംഗിൾ ഓഫ് അറ്റാക്ക് മാനുവറബിലിറ്റിയും നൽകുന്നു. അതായത് ആകാശത്ത് ചുറ്റിക്കറങ്ങി വളഞ്ഞു തിരിഞ്ഞുമൊക്കെ പറക്കാൻ ഈ വിമാനത്തെ പ്രാപ്തമാക്കുമെന്നതാണ്. സങ്കീർണമായ ദൗത്യങ്ങളിൽ ഈ വിമാനത്തിന്റെ അതിജീവനവും ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഈ എഞ്ചിനുകൾ പ്രാദേശികമായി നിർമ്മിക്കാനുള്ള കഴിവ് Su-57E പ്ലാറ്റ്ഫോമിനെ മാത്രമല്ല പിന്തുണയ്ക്കുന്നത്, മറിച്ച് ഇന്ത്യൻ വ്യോമസേനയുടെ നിലവിലുള്ള യുദ്ധവിമാനങ്ങൾക്കും ശക്തി പകരുമെന്നതാണ്. പ്രത്യേകിച്ച് Su-30MKIക്ക് പ്രധാന മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇനി എന്ന് നടക്കാനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഇത് ഒരുപാട് കാലതാമസം എടുക്കുന്ന ഒരു പദ്ധതിയൊന്നുമല്ല. HAL കൊരാപുട്ടിന്റെ സൗകര്യങ്ങൾ 2026 തുടക്കത്തിൽ ഓഡിറ്റുകൾക്ക് വിധേയമാക്കുമെന്നും തുടർന്ന് 2028 റഷ്യൻ സഹായത്തോടെ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രോട്ടോടൈപ്പ് എഞ്ചിൻ സംയോജനം നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2029 പൂർണ്ണമായ സീരിയൽ ഉൽപാദനം പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. ഇനി ഈ കരാറിനെ കുറിച്ച് സംസാരിക്കുക ണെങ്കിൽ അതിൽ നിർമ്മാണ അവകാശങ്ങൾ മാത്രമല്ല ഉൾക്കൊള്ളുന്നത്, മറിച്ച് പ്രൊഡക്ഷൻ ഡ്രോയിങ്ങുകൾ, പ്രോസസ് ഡോക്യുമെന്റേഷൻ, ടെസ്റ്റ് ബെഡ് രീതിശാസ്ത്രങ്ങൾ എന്നിവയിലേക്കുള്ള പൂർണ്ണ ആക്സസ് നമ്മുടെ രാജ്യത്തിന് ലഭിക്കുമെന്നതാണ്. ഇതിനർത്ഥം നിർമ്മാണം മുതൽ അറ്റകുറ്റപ്പണി വരെയുള്ള മുഴുവൻ എഞ്ചിൻ ലൈഫ് സൈക്കിൾ മാനേജ്മെന്റിലും ഇന്ത്യക്ക് പ്രാവീണ്യം ലഭിക്കുമെന്നത് സംശയമില്ലാതെ തന്നെ പറയാം. അത്തരമൊരു ക്രമീകരണം മുൻപത്തെ കൂടുതൽ നിയന്ത്രിതമായ സാങ്കേതിക വിദ്യ പങ്കിടലിനെ മറികടന്ന് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്.